ശബ്ദത്തിൽ ചില പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് രാഹുൽ ഈശ്വർ കൂടി ചേരുകയാണ്. ശ്രീ രാഹുൽ ഈശ്വർ, ഇതിനെ എങ്ങനെയാണ് ഈ മഹാസമാധി എന്ന് പറയാൻ കഴിയുക? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ശ്രീ മഞ്ജുഷ്, 2-3 കാര്യങ്ങൾ ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. പലതരം സമാധികളുണ്ട്. സമ്പ്രജ്ഞാത സമാധിയുണ്ട്, നിർവികൽപ്പ സമാധിയുണ്ട്, സവികൽപ്പ സമാധിയുണ്ട്. പക്ഷെ ആ അർത്ഥത്തിലല്ല സമാധി ഇന്ന് നമ്മുടെ മലയാളത്തിൽ ഉപയോഗിക്കപ്പെടാറുള്ളത്. സമാധി എന്ന വാക്കിന് ധീ ബുദ്ധി എന്നും അല്ലെങ്കിൽ പതഞ്ജലി യോഗസൂത്രങ്ങളിലൊക്കെ കോൺഷ്യസ്നെസിന്റെ ഫൈനൽ സ്റ്റേജ് എന്നൊക്കെ അർത്ഥത്തിലാണ് പലപ്പോഴും ഇത് പറയുന്നത്. സൂപ്പർ കോൺഷ്യസ്നസ് എന്നൊക്കെയാണ് സാധാരണഗതിയിൽ അതിനെ ഡിഫൈൻ ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന സമാധിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മരിക്കാൻ പോകുന്ന ഒരു വ്യക്തി യോഗിയോ സിദ്ധനോ ആകുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രാണനും ജീവനും ആത്മാവും പരബ്രഹ്മത്തിൽ ലയിക്കുന്ന ഒരു അവസ്ഥയാണ് പറയുന്നത്. ഞാനൊരു സാധാരണ വിശ്വാസിയാണ്. ഞാൻ ശ്രീനാരായണ ഗുരുദേവൻ സമാധിയായിരുന്നു, ചട്ടമ്പിസ്വാമി സമാധിയായി ഒക്കെ വിശ്വസിക്കുന്ന സാധാരണക്കാരുടെ ഒരു വ്യക്തിയാണ്. ഞാൻ അടക്കമുള്ള വിശ്വാസികളെ, സാധാരണക്കാരെ വേദനിക്കാത്ത, വിഷമിപ്പിക്കാത്ത സമീപനം ഉണ്ടാകണം. നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ മകൻ ആദ്യ ദിവസങ്ങളിലെ വേദനയിൽപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു കാണാം. ഇന്ന് മുസ്ലിം സമൂഹത്തോടും പൊതുസമൂഹത്തോടും ആ മകൻ മാപ്പ് പറഞ്ഞില്ലേ? അത് അവരുടെ മനസ്സിന്റെ വിശാലതയല്ലേ? ആദ്യ ദിവസങ്ങളിൽ മുസ്ലിം തീവ്രവാദി എന്ന വാക്ക് ഉപയോഗിച്ച് അദ്ദേഹം അരുതാത്തൊരു പരാമർശം നടത്തി. 100% തെറ്റാണ്, ഒരു സംശയവുമില്ല. എന്നാൽ അദ്ദേഹം ഇന്ന് അതിനടക്കം മാപ്പ് പറഞ്ഞ് വളരെ പോസിറ്റീവായി വരുന്നത് യഥാർത്ഥത്തിൽ വൈകുണ്ഠസ്വാമിയുടെ അനുഗ്രഹമാണ്. അതായത് വൈകുണ്ഠസ്വാമി ധർമ്മ പ്രചാര സഭയുടെ ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻജി അടക്കമുള്ള ഒരുപാട് ഹൈന്ദവ നേതാക്കൾ, ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം പോസിറ്റിവിറ്റിയുടെ വഴിയിലേക്കല്ല ഇവരെ നയിച്ചത്. ആദ്യ ദിവസത്തിൽ നമ്മുടെ അച്ഛൻ മരിക്കുമ്പോഴും കുടുംബത്തിൽ ഒരാൾ മരിക്കുമ്പോഴും അവർക്ക് അതിവൈകാരികത വന്നു കാണും. അവർക്ക് 1-2 അവിടെ നിന്ന് ഇവിടെ നിന്ന് സ്റ്റോറി ചോദിച്ചു കാണും. തന്നയിലാണ് സമാധി മഹാസമാധി ആകുന്നത്. ഇന്ന് ഞാൻ മറ്റൊരു ചാനലിൽ ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരനോടൊപ്പം ഇരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു ഇന്ന് എല്ലാ സമുദായങ്ങളും വന്നു, ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും എല്ലാം വന്നു. ഗോവിന്ദ് സ്വാമിയുടെ സമാധിക്ക് അവിടെ ഒരു പ്രണാമവും ആദരവും ഓരോരുത്തരുടെ വിശ്വാസ പ്രകാരം അവർ അർപ്പിച്ചു. അത്ര പോസിറ്റീവായി പോകുമ്പോൾ അതിന്റെ നന്മയൊന്നും കാണാതെ ഏതെങ്കിലും രീതിയിലുള്ള തിന്മ മാത്രം കാണുന്നത് നമ്മുടെ കണ്ണിന്റെ പ്രശ്നമല്ലേ? ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. യഥാർത്ഥത്തിൽ നമ്മൾ നോക്കേണ്ടത് എന്താ? ഇനിയും ഫോറൻസിക് റിപ്പോർട്ടും ടോക്സിക്കോളജിയോ ഫോറൻസിക് റിപ്പോർട്ടൊക്കെ വരാനുണ്ട്. അതിൽ ഫൗൾ പ്ലേ ഉണ്ടാവില്ലെന്നുള്ളതാണ് എന്റെ വിശ്വാസം. അതിൽ ഫൗൾ പ്ലേ കൂടി ഇല്ലെങ്കിൽ നമ്മൾ അടക്കമുള്ള മാധ്യമ കമന്റേറ്റേഴ്സും മാധ്യമങ്ങളും ആ ഗോവിന്ദ് സ്വാമിയുടെ കുടുംബത്തോട് ഒരു ഖേദപ്രകടനം നടത്തണം. കാര്യം നമ്മൾ എന്താ ഇത്രയും കാലം നമ്മളിൽ പലരും പറഞ്ഞുകൊണ്ടിരുന്നത് ശരിക്കും ആ മക്കൾ അച്ഛനെ കൊന്നു എന്നല്ലേ നമ്മൾ പറയുന്നത്. നമ്മൾ പറയാതെ പറഞ്ഞത് ആ മക്കൾ അച്ഛനെ കൊന്നു, അല്ലെങ്കിൽ ആ ഭാര്യ, സ്വന്തം ഭാര്യ അല്ലെങ്കിൽ അവരുടെ അമ്മ അടക്കം അച്ഛനെ കൊല്ലാൻ കൂട്ടുനിന്നു, അവർ വലിയ വലിയ ബെഡായികളും കഥകളും പറയുന്നു എന്നൊക്കെയല്ലേ ഇത്രയും കാലം നേരിട്ടും അല്ലാതെയും പഞ്ചസാര വൃത്തിയും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ കുടുംബത്തിന് എത്രമാത്രം വിഷമം തോന്നിക്കാണും ആ മകൻ കാണിച്ച. അപ്പൊ ഞാനും ആ മകനും ഷാബുജിയും ഒക്കെ ഒരു അതിപ്പോൾ ശ്രീ മഞ്ചവിളാകം ജയൻ അവിടുത്തെ ആ നാട്ടുകാരൻ കൂടിയാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം എന്തിന് രഹസ്യമാക്കി വെച്ചു എന്നുള്ളതാണ്. ആ സംശയം അവിടെ നിൽക്കുകയാണല്ലോ. എന്താ അറിയോ, ഒരു മരണമൊക്കെ വരുമ്പോഴേ ഓരോരുത്തരും റിയാക്ട് ചെയ്യുന്ന രീതികൾ ഓരോന്നല്ലേ. നേരത്തെ അവരുടെ അച്ഛൻ അവരോട് അങ്ങനെ പറഞ്ഞു കാണും, ചിലപ്പോൾ അവർക്ക് അപ്പം അങ്ങനെ ചെയ്യാൻ തോന്നിക്കാണും. ഇതിന്റെ എല്ലാം പിന്നിലെ പ്രിമൈസ് എന്ന് പറയുന്ന ഒരു ഫൗൾ പ്ലേ ഉണ്ടെന്ന രീതിയിലല്ലേ ആ മകന്. ഞങ്ങൾ ഇരുന്നൊരു ചാനലിൽ, ഞാൻ ഷാബുജി, വേറെ എനിക്ക് തോന്നുന്നു ജോർജ് ജോസഫ് സാർ ഉണ്ടായിരുന്നു തോന്നുന്നു, ആ ചാനലിൽ ഇവരൊക്കെ ആദ്യമായി ചാനലിൽ വന്നിരിക്കുകയല്ലേ. 1-2 ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ മഞ്ജുഷിന്റെയും ബാക്കി ആൾക്കാരുടെ ഫ്രണ്ടിന് പകച്ചു പോവും. സാധാരണക്കാരല്ലേ. അപ്പൊ എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്ന് വീഴും, അല്ലെങ്കിൽ വാക്കുകൾ വീഴും. ആ വാക്കുകൾ മറ്റേയാളുടെ വാക്കുകളുമായിട്ട് വൈരുദ്ധ്യമുണ്ട് എന്നൊക്കെ കൂട്ടി എന്തൊക്കെ കഥകൾ ഉണ്ടാക്കി. എന്തായാലും പ്രാഥമിക അനാലിസിസ് അല്ലെങ്കിൽ പ്രിലിമിനറി അനാലിസിസിൽ ശരീരത്തിൽ ക്ഷതമില്ല, ശരീരത്തിൽ മുറിവുകളില്ല തുടങ്ങിയ കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. ഇനിയും ഏതെങ്കിലും രീതിയിൽ ഉള്ളിലേക്ക് എന്തെങ്കിലും വിഷം പോയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അറിയില്ല. ഇന്നെന്ന വിശ്വാസത്തിലാണ് ഞങ്ങൾ എല്ലാവരും. അഥവാ ഇല്ലെങ്കിൽ നമുക്കെല്ലാം അവിടെ പോയി ഗോവിന്ദ് സ്വാമിക്ക് ആ സമാധിക്ക് ഒരു പ്രണാമം അർപ്പിക്കാനും അവർക്കൊരു ആദരം അർപ്പിക്കാനും ഉള്ള ഒരു മഹത്വവും നന്മയും നമ്മൾ കാണിക്കണം. എല്ലാ കാര്യത്തിലും ദുരൂഹത ഉണ്ടാക്കുന്ന നമ്മുടെ ഒരു പ്രവണതയുണ്ട്. ആരുടെയാണെങ്കിലും ബാലഭാസ്കർ മരിച്ചു, മകന് മരിച്ചു, അങ്ങനെയുള്ള ബാലഭാസ്കറിന്റെ ഭാര്യയും ആ കുട്ടിയുടെ അമ്മയായ ലക്ഷ്മിയെ നമ്മൾ വേട്ടയാടി. ലക്ഷ്മിക്ക് പിന്നിൽ മറ്റ് പല താല്പര്യങ്ങളുണ്ടെന്നൊക്കെ. അപ്പൊ ഈ ദുരൂഹത വ്യവസായം കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റും, പക്ഷെ ഒരുപാട് പേരുടെ മനസ്സും ആത്മാവുമാണ് മുറിയുന്നത്. എല്ലാ കാര്യത്തിലും ദുരൂഹത ആരോപിച്ചുകൊണ്ട് അതിന്റെ എല്ലാം പിന്നിൽ അന്താരാഷ്ട്ര ഗൂഢാലോചനയാണെന്നൊക്കെ പറഞ്ഞ് ഇവിടെ മാത്രമല്ല ഈ ദുരൂഹത നമ്മുടെ ഈ കോൺസ്പിറസി തിയറി എന്ന് പറയും. ഈ കോൺസ്പിറസി തിയറി പറഞ്ഞ് എത്രയോ പേരെ ആക്രമിച്ചിരിക്കുന്നു. അപ്പൊ ആ കോൺസ്പിറസി ഇപ്പൊ ശശി തരൂരിന്റെ ഭാര്യയെ കൊല്ലുന്ന രീതി വന്നു, ഷാറൂഖ് ഖാന്റെ പോലെ വന്നു, അങ്ങനെ പലതും വന്നു. അതെല്ലാം മാറ്റാനുള്ള ഒരു മര്യാദ കാണിക്കണം. ശരി, ശ്രീ ഷാബു പ്രസാദ്, ഇതിപ്പോൾ